ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ നിങ്ങൾക്ക് ഇവൻ്റെ സ്പെഷ്യൽ ബീഫ് കറി, ബീഫ് വരട്ടിയത് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ ഇവൻ്റെ കസിൻ്റെ മുടി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നായിരുന്നു ഒരു ബീഫ് കിട്ടിയത്. ബീഫ് കിട്ടിയപ്പോൾ തന്നെ ആളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേട്ടോ, ഇന്ന് ബീഫിൻ്റെ ഫ്രൈ വേണോ, വരട്ടിയത് വേണോ, ബീഫ് വിത്ത് പത്തിരി വേണോ, ബീഫ് വിത്ത് പൊറാട്ട വേണോ, അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കിച്ചണിൽ പോയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ ആ സ്മെല്ലും അങ്ങനത്തെ ടേസ്റ്റ് അങ്ങനത്തെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്താ നമുക്കൊന്ന് ഇഷ്ടപ്പെടുത്ത് പോയേക്കാം. അപ്പോൾ എന്താ നമ്മൾ റെസിപ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ലേറ്റായിട്ടാണ് വന്നത്. അവൾ അധികം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് റെസിപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, വീഡിയോ കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നു, എന്താ പറയുക, സ്മെല്ല് അടിച്ചിട്ട് കേസ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ സ്മെല്ല് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. എന്താ ചെയ്യാ, ആണോ? ഒരാളെ മുടിയഴിച്ചിലുണ്ടല്ലേ ഇപ്പ അടിപൊളി. ഞാൻ അവിടുന്ന് സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇന്റർവ്യൂ കൊടുക്കണ്ട നമ്മൾ, അപ്പൊ ഇന്റർവ്യൂ കൊടുത്തിരുന്നു വരാൻ കഴിഞ്ഞോ നോട്ടാ. എല്ലൊക്കെ ഇങ്ങനെ എടുത്തോ, എനിക്ക് ഇറച്ചിയുള്ള പീസ് മതി. നൈസ് ആയിട്ടുണ്ട്. ഓ നൈസ്. അപ്പൊ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. എന്താ പറയാ, ബീഫിന്റെ കോമ്പിനേഷൻ നടത്തുന്നത് പൊറാട്ട അല്ലേ, അതുകൊണ്ട് നല്ല ചൂട് പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ മറ്റേ ഏതെങ്കിലും നെയ്പത്തി ഉണ്ടാക്കൊക്കെ പറഞ്ഞു. പിന്നെ ആളവിടെ കാണുന്നില്ല, ആളെങ്ങോട്ടോ പോയി ഇപ്പനെയും കൂട്ടിയിട്ട്. അങ്ങനെ അത് നമ്മള് ക്യാൻസൽ ആക്കി. പക്ഷെ എന്താ പറയാ, പൊറാട്ടയും ബീഫ് എന്ന് പറയുമ്പോ അതിന്റെ കോമ്പിനേഷൻ അല്ലേ ഇപ്പൊ വരട്ടിയത് നട്ടിയെന്ന് പറയുമ്പോ പിന്നെ പിന്നെ നിങ്ങൾ ആരും റെസിപ്പി ചോദിച്ചത് കേട്ടോ. പിന്നെ റെസിപ്പി വേണേൽ നമുക്ക് അടുത്ത വീട്ടിൽ ഇവിടെ കൊണ്ട് ഇടിയിപ്പിക്കാം. നമുക്ക് ഇത് റെസിപ്പി പറഞ്ഞു കൊടുക്കൂലേ? നമ്മൾ ഏത് മിനി വ്ളോഗ് ഇട്ട ഒരാൾക്കാർ ചോദിക്കും എന്താ പറയുക, റെസിപ്പി ഇല്ലേ ബദ്ധാന്ന്. റെസിപ്പി വേണം കൊടുക്കൂല ആൾക്കാർ. റെസിപ്പി മാത്രമൊന്നുമില്ല, ചിലപ്പോ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നതായിരിക്കും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം. എന്താണ് നമ്മള് പുറത്തേക്ക് കഴിക്കാത്തത്? ഷെഫ് ഉണ്ടായി പുറത്തേക്ക് കഴിക്കില്ലേ?